നീ അമ്മിക്കല്ലിൽ വെളുത്തുള്ളി അരച്ചവൻ പോയി നക്കിയാടെ. ഇഷൻകുട്ടി മാമൻ്റെ വീട്ടിലെ വെച്ചിൽ ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ അമ്മൂമ്മ വെളുത്തുള്ളി അയച്ച് തലയിലിട്ടത്. വെളുത്തുള്ളി ചതച്ചൊഴിച്ചാൽ നമ്മൾ പേടിച്ചു പോകുമെന്നാണ് ഇവന്മാരെയൊക്കെ വിചാരം. വെളുത്തുള്ളിയുടെ വില കൂടുന്നവരേ ഉള്ളൂ. നമ്മളാൾക്കാരില്ലേ പൈസ വിട്ടൊരു കളിയും കളിക്കൂലല്ലോ. നിനക്ക് താടിയൊക്കെ ഷേവ് ചെയ്തൂടെ ചെറുക്ക? നാളെ കരിവടലയുടെ കല്യാണമല്ലേ? ആ ചാനത്തണ്ടപ്പോൾ മുടി കിട്ടുന്ന കട ഉറക്കല്ലോ. ശങ്കൂരിൻ്റെ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലല്ലേ. അങ്ങേർക്ക് ഇത് എന്തൊരു പറ്റി? കണ്ണും കണ്ടുകൂടാതെ മൈനൈസ് എന്നും പറഞ്ഞ് പൈൽസിൻ്റെ ഓയിൽമെൻറ്റ് മന്തിക്ക് വെച്ച് തിന്നു. ഇപ്പം 2ാം വാർഡിൽ കിടക്കും. നീ ടേപ്പൊക്കെ ആയിട്ട് ജിപ്സം ബോർഡ് ഇളക്കാൻ പോണാടെ. 8 അടി മുറുക്കാനെന്ന് പേരിട്ടിട്ട് ഇപ്പൊ അളന്നപ്പോ 7.5 അടിയേ ഉള്ളൂ. സ്കെയിൽ വെച്ച് അളന്നാൽ കിട്ടൂടെ? നിന്റെ ഈ ഫണ്ണ് കാണാൻ തന്നെ നിന്റെ അച്ഛൻ കിണറ്റിലെ വലയിൽ കുരുങ്ങി ചത്തത്. നമ്മൾ ഈ ചേരവർക്കും പേടിക്കുന്നത് കിണറ്റിലെ വല എന്നൊരു സാധനത്തിനാണ്. കഥന്തിരടാ ഇടിയപ്പത്തിന്റെ നൂല് പെനഞ്ഞെടുക്കണം. അത് ചുരുട്ടേന്ന്. ഇവന്റെ വലിയ അച്ഛനല്ലേ മെനിഞ്ഞാന്ന് രവി അമ്മ സിൽപ്പർ ചെരുപ്പിട്ട് അടിച്ചു വന്നാ. കേരളത്തിൽ മാത്രമേ ഉള്ളൂ നമ്മളെ വർഗത്തിന് ഇങ്ങനെയുള്ള പേരുകൾ. കുമ്പേറി, നീർക്കോലി, ചുരുട്ട, കരിവടല, അണലി. അതൊക്കെ അങ്ങ് ഗൾഫിൽ. അനാർക്കലി, പൈത്തേൻ. അനാർക്കലി അല്ല, അനാക്കൊണ്ടേനും മൈത്രേനും. ജവ അടിച്ചോണ്ട് ദൂ ഒരു മനുഷ്യൻ പോണ. നീ പോയാൽ അവനൊരു കടിയടിച്ചിട്ട് വാ. എന്നെ കടിക്കുന്നുമ്പേ എന്റെ തക്കുടൂന്റെ അനുവാദം മേടിക്കണം. എങ്കിൽ നിന്റെ തക്കുടൂന്റെ കുടുക്കായിരിക്കും ഞാൻ ആദ്യം കടിക്കണത്. അതിന് നീ ഇനി ഒരു തന്തയ്ക്കും കൂടെ പറക്കണം. ഇതെന്തൊരു ബദാങ്ക തല്ലി ചതയ്ക്കണം. പൂച്ച സാറിന്റെ കൃമിയടി മിണ്ടാതെ വെള്ളത്തിനടി പോവാ.